പുതിയ ജിമെയിലിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് അവർ 5 സെക്കൻഡ് ടൈം നമുക്ക് അൺഡൂയിങ് പർപ്പസിന് വേണ്ടി തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ജിമെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമ്മൾ മെയിൽ സെൻഡ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും അടിയിൽ അൺഡൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കതെങ്ങനെയാണ് കൂട്ടാം, അതായത് ഈ അൺഡൂ ടൈം എങ്ങനെ നമുക്ക് കൂട്ടാമെന്ന് നോക്കാം. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇത് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഇത് അൺഡൂ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ കയറി. അതിനുശേഷം നമുക്കൊരു മെയിൽ അയച്ച് നോക്കാം. ആദ്യം ഒരു ടെസ്റ്റ് മെയിൽ അയക്കാം. അപ്പോൾ ആ മെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കാണാൻ പറ്റും ഇറ്റ് ഈസ് സെൻഡിങ് യു ക്യാൻ അൺഡൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സോ നമ്മൾ അതിന് വേണ്ടി കമ്പോസ് ക്ലിക്ക് ചെയ്തു. സോ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് മെയിൽ ഹായ് അയക്കാൻ പോവാണ്. സോ നമ്മൾ മാറ്റർ കൊടുത്തു, ഹായ്, നമ്മൾ സെൻഡ് അടിച്ചു. സോ അപ്പോൾ ഇറ്റ് വിൽ ഷോ സെൻഡിങ് ഹിയർ ആൻഡ് വി ക്യാൻ അൺഡൂ മെസ്സേജ്. ദർ ഇസ് എൻ ഓപ്ഷൻ കോൾഡ് അൺഡൂ. അതായത് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് അൺഡൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺഡൂ അവിടെ നിന്ന് പോകും. സോ അപ്പോൾ വ്യൂ മെസ്സേജ് ആയിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ ചില സമയത്ത് നമ്മൾ അയക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, നമ്മൾ അയച്ചതിൽ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 5 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റാം, അതാണ് നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ കാര്യമാണ്. അതായത് നമ്മുടെ സെറ്റിങ്സിൽ പോവുക, ജിമെയിലിൻ്റെ. ഇപ്പോൾ ജിമെയിൽ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം സെറ്റിങ്സിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് അൺഡൂ സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അൺഡൂ സെൻഡിൻ്റെ ഓപ്ഷൻ ഇവിടെ 5 സെക്കൻഡ്സ് അടക്കം ഉണ്ടാവുക. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 സെക്കൻഡ്സിലേക്ക് ആക്കിയിടാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് സമയം നമുക്ക് കിട്ടും ഇതിൻ്റെ ഇത് അൺഡൂവിന് വേണ്ടിയിട്ട് നമുക്ക്. അതിനുശേഷം നമ്മളിത് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യും. സോ അപ്പോൾ ഇനി മുതൽ നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആക്ച്വലി ആ മെയിൽ ഇവിടുന്ന് സെൻഡ് ആവുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെയിലൊന്ന് സെൻഡിൽ പോയിട്ട് ചിലവരെങ്കിലും എടുത്ത് നോക്കാറുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ വല്ല മിസ്റ്റേക്സ് കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ അൺഡൂ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ 30 സെക്കൻഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. നേരത്തെ 5 സെക്കൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ചിലപ്പോൾ വലിയ മെയിൽസൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഒരു 30 സെക്കൻഡ്സാണ് നമുക്ക് കൊടുത്തത്. നമുക്ക് മാക്സിമം 30 സെക്കൻഡ് വരെ കൊടുക്കാനേ പറ്റുള്ളൂ. സോ അപ്പോൾ അഗെയിൻ നമ്മൾ കമ്പോസ് എടുത്തു, ഞാൻ മെയിൽ അയക്കുന്നു ഒന്നുകൂടി. സോ വീണ്ടും ഞാൻ സെൻഡ് ചെയ്തു. സോ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോസ് സെൻഡിങ് തുടങ്ങി. ഇവിടെ അൺഡു ഉണ്ട്. സോ അപ്പോൾ നമുക്ക് അൺഡു ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ ഹലോ എന്നാണ് ഞാനിപ്പോൾ അയച്ചത്. അപ്പോൾ 30 സെക്കൻഡ് ആവണ വരെ നമുക്കിത് വേണമെങ്കിൽ അൺഡു ചെയ്ത് വെക്കാം. സോ അപ്പോൾ ഞാനിപ്പോൾ ഇത് അൺഡു അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോസ് അൺഡു സെൻഡിങ് ആൻഡ് സെൻഡിങ് ഈസ് അൺഡൺ. വീണ്ടും ആ പോപ്പപ്പ് ഇവിടെ വരും. അതായത് നമുക്ക് 30 സെക്കൻഡ് വരെ സമയം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോസ് ദിസ് ബ്ലോക്ക് അഗെയിൻ. അൺഡു എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ സെൻഡായി കഴിഞ്ഞാൽ മാത്രമാണ് ആക്ച്വലി ഇവിടെ വരുള്ളൂ. അതായത് ഇവിടെ ഹായ് ഹലോ സെൻഡ്, ഹായ് ഹലോ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെൻഡ് ആവും. അപ്പം 30 സെക്കൻഡ് നേരത്തേക്ക് മാത്രം നമുക്ക് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. കുറേ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയേണ്ടാവുമായിരിക്കും ഇത്. ഓക്കെ, താങ്ക് യു ഓൾ. See you in my next video.